എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? മിഡ് വീക്കായല്ലേ? അങ്ങനെയൊക്കെയോ. ഇന്ന് നമുക്ക് നോക്കാം, ഇതുവരെ നോക്കിയിട്ടില്ലാത്തൊരു ടോപ്പിക്ക്. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു 100% കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ നിങ്ങളെ വെച്ചിരിക്കുകയാണ്. ഓപ്പണായിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല. ഒരു പേടിച്ച് മാറി നിൽക്കും പോലെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെ ഡീപ്പസ്റ്റ് ഫിയേഴ്സ് എന്താണ്? പേടികൾ, അവരുടെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേടി, എന്തോ ഒരു പേടി, ഒരു തടസ്സമുണ്ടല്ലോ. ഡീപ്പസ്റ്റ് ഫിയേഴ്സ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്? അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ മാറി നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. അത് ആ ഫിയേഴ്സ് എന്താണ് എന്നുള്ളത്, പേടികൾ, അവരുടെ പേടികൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഇതേവരെ ആ ടോപ്പിക്ക് നോക്കിയിട്ടില്ല. അവർക്ക് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ മാത്രം ഇതെടുത്താൽ മതി കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. റീഡിങ്ങിലേക്ക് പോയാലോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. കൂടുതലായിട്ട് റെസനേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ ഓർക്കുക കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ ഏറ്റവും ആഴത്തിലുള്ള പേടികൾ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, അവരെക്കുറിച്ച് ഉള്ള പേടികൾ എന്താണ് എന്നൊന്ന് പറഞ്ഞത്. ഡീപ്പസ്റ്റ് ഫിയേഴ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, ഡീപ്പസ്റ്റ് ഫിയേഴ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, ഡീപ്പസ്റ്റ് ഫിയേഴ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ഇതിൽ കാണുന്നത് ഞാൻ അതുപോലെ പറയും കേട്ടോ, മനസ്താപപ്പെടരുത്, അതിനാണ് പറഞ്ഞത്. 3 of Cups, ശരി. സ്റ്റാർ, ഓക്കെ. ജസ്റ്റിസ്, ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് വാൻഡ്സ്, 9 of Swords, 2 of Wands, ലവേഴ്സ്, ഓക്കെ. പേജ് ഓഫ് Pentacles, 7 of Cups, ഡെത്ത്, ടെമ്പറൻസ്, 5 of Pentacles. ലവേഴ്സ് അതെനിക്കിഷ്ടപ്പെട്ടില്ല ആ കാർഡ് ആക്ച്വലി. 3 of Cups വെച്ചിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ഭയക്കുന്നു. ഓക്കെ, അതിഭയങ്കരമായിട്ട് ഭയക്കുന്നു. അവർ മെയിനായിട്ട് ചിന്തിക്കുന്ന, അവർക്ക് നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തികളായിരിക്കും കേട്ടോ. എൻ്റെ വ്യൂവേഴ്സ് കുറേയധികം സുഹൃത്ത് വലയം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ എല്ലാവരോടും വളരെ ഫ്രീ ആയി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നൊരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടമില്ല എന്ന് കാണുന്നുണ്ട്. അവർക്ക് സംശയമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റാരെങ്കിലും പ്രിഫർ ചെയ്ത് പോകുമോ എന്ന്. അല്ല, നിങ്ങൾക്ക് ഓൾറെഡി മാരീഡാണ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്കൊരു സ്പൗസ് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സ്പൗസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമോ എന്നും അവർ ഭയക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ വിട്ടുപോകും എന്നൊരു ഇൻസെക്യൂരിറ്റി അവർക്ക് എപ്പോഴും ഒരു അലട്ടൽ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, സ്റ്റാർ വെച്ച് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം കേട്ടോ. കുറച്ച് പ്രബലമായിട്ട് ആൾക്കാർക്ക് അറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു താരമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ഒരു ചാനൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങളെ ഒരു മോഡലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അങ്ങനെ അതായത് നിങ്ങൾ കാണാനും വളരെ അട്രാക്റ്റീവായിട്ടൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഓക്കെ,
അപ്പോൾ ഇവർക്ക് ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ഇവർ ഭയക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അങ്ങ് മുഴുകി പോകുമോ, ഇവർക്ക് കൈവിട്ട് പോകുമോ നിങ്ങൾ എന്ന്. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന ഇത്രയും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള, ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ പ്രിഫർ ചെയ്യുമോ എന്ന് ഒരു സംശയം നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു ഭയമാണ്, സംശയം എന്നല്ല, ഒരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട് നിങ്ങൾ അവരെ വിട്ടു പോകും എന്നുള്ളത്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു കേസ് നടക്കുന്നതായിട്ട് കാണുന്നത് ഒരു സെപ്പറേഷൻ കേസ് ആയിരിക്കും, എന്ത് തരം കേസായാലും ശരി. ആ കേസ് സക്സസ് ആവില്ല എന്നൊരു ഭയം, അത് ആ കേസ് അവർക്ക് എതിരായി വരുമോ, ഒരു സെപ്പറേഷൻ കേസൊക്കെ ആണെങ്കിൽ അത് റിജക്റ്റ് ആകുമോ എന്നുള്ള ഭയം. വേറെ എന്തെങ്കിലും തരത്തിലുള്ള കേസാണെങ്കിൽ അത് അവർക്ക് പ്രതികൂലമായി വിധി വരുമോ എന്നൊരു ഭയവും അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ സെപ്പറേഷൻ കേസൊക്കെ നമുക്ക് കൺക്ലൂഡ് ആയാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ, അല്ലേ? ഏതൊരു സൈഡിലായിരിക്കാം കേസ് കേട്ടോ. എവിടെ തന്നെ ആയാലും അവിടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ളവിടെ അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ആ കേസ് നടക്കുന്ന പക്ഷം അവരതിനെ ഭയക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചിലർ അവരുടെ അമ്മയുടെ ഒരു സമ്മതത്തിന് വേണ്ടിയിട്ട് അത് കിട്ടില്ല എന്നൊരു ഭയം അവർക്ക് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും അമ്മയെ സമ്മതത്തോട് മാത്രമേ, അവർക്ക് അമ്മയെ തള്ളി പറയാൻ പറ്റില്ല ഒരിക്കലും. അത് നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, മേജറായിട്ട് എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി കുറച്ച് കൂടുതലായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവരുടെ അമ്മ. അപ്പം റിലിജനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങളുടെ വിവാഹം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. അതിനവരവിടെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ സമ്മതം ഒരിക്കലും കിട്ടില്ലേ എന്നൊരു ഭയം അവരെ അലട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം കേട്ടോ. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ജോലിയൊക്കെ ആയി വരുമ്പോഴേക്കും നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊരു ഭയം അവർക്ക് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു ഏജ് ഗ്യാപ്പ് കാണുന്നുണ്ട്. നിങ്ങളെക്കാൾ ഒരുപാട് പ്രായത്തിൽ ചെറുതായിരിക്കണം നിങ്ങളുടെ വ്യക്തി. അവിടെയും ഈ പറഞ്ഞ പോലെ അവർ ഒരു ലൈഫ് സെറ്റിലൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളവരെ വിട്ടുപോകുമോ എന്നൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബിഗസ്റ്റ് ഫിയർ അതാണ് അവർക്ക്. ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords, ക്ലാരിഫൈ 9 of Swords. Eight of Wands. നിങ്ങൾ തമ്മിൽ എപ്പോൾ സംസാരിച്ചാലും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ തമ്മിൽ അടി കൂടുന്ന ഒരവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും സംസാരിച്ച് തുടങ്ങുമ്പോൾ വളരെ ശാന്തമായിട്ട് സംസാരിച്ച് തുടങ്ങും, ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കാവും, രണ്ടുപേരുടെ ഉറക്കം നഷ്ടപ്പെടും, പിന്നെ കുറേ നാളത്തേക്ക് സ്ട്രെസ്സ്. ഈ ഒരു രീതി അത് കോൺസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, എപ്പോഴും 2 ദിവസം ഹാപ്പി ആയിരിക്കും, അടുത്ത 5 ദിവസം വഴക്ക് എന്നുള്ള രീതിയിൽ, സംസാരിച്ചാൽ വഴക്ക് എന്നുള്ള സ്ഥിതി. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഇത് കാർമിക് റിലേഷൻ ആണോ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് ശരിയായ റിലേഷൻ തന്നെയാണ്, നമ്മളൊരു ശരിയായ റിലേഷനിൽ തന്നെയാണോ നിൽക്കുന്നത്, ഈ റിലേഷൻ നമുക്ക് നല്ലതിനാണോ എന്നൊക്കെയുള്ളൊരു സംശയം അവർക്ക് വരുന്നു ഇടയ്ക്കിടെ. ഓക്കെ, എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ, എന്തുകൊണ്ടാണ് ഈ വാക്ക് തർക്കങ്ങൾ വരുന്നത് എന്നൊക്കെ ഓർത്ത് ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഉറക്കമേ ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. ഓക്കെ, നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കാം സ്ഥിതി കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആ വാക്ക് തർക്കം ഒഴിവാക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. എന്നിട്ട് 2 പേരും സ്ട്രെസ് അനുഭവിക്കുകയാണ്. അപ്പോൾ അവരുടെ ചിന്ത അതാണ്, ഇത് പ്രോപ്പറായിട്ടൊരു റിലേഷൻ ആണോ, ഇത് നല്ലതായി മുന്നോട്ട് പോകുമോ എന്നൊരു ഫിയർ അവർക്കുള്ളതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ഏറ്റവും പ്രബലമായിട്ട് ദൂരെ ഇരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ജോലി സംബന്ധമായിട്ടൊക്കെ ലോങ് ഡിസ്റ്റൻസിൽ പോയി കാണും. അപ്പോൾ ഇവർ തിരിച്ച് വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ
എന്നൊരു ചിന്ത അവർക്ക് അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, കുറേ പ്ലാൻ ചെയ്തിട്ട് വേണം ഇവർക്ക് ഉടനെ വരാൻ സാധ്യതയില്ല നിങ്ങളുടെ വ്യക്തി. അവർ ജോലി സംബന്ധമായിട്ടൊക്കെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ തിരിച്ചു വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്ന് ഉള്ളൊരു സംശയം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു, ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നു. ലവേഴ്സ്, യൂഷ്വലി ഏത് റീഡിങ്ങിലും ലവേഴ്സ് വരുമ്പോൾ ഞാൻ ഹാപ്പി ആവാറാണ് പതിവ്. പക്ഷെ ഇവിടെ എനിക്ക് അതത്ര ഹാപ്പി ആയിട്ട് തോന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഭയക്കുന്നതായിട്ട് കാണുന്നു. സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അവർക്ക് ആ കമ്മിറ്റ്മെൻറ്റിനോടൊരു ഫോബിയ പോലെ. ദേ കനോട്ട് കമ്മിറ്റ് ടു യു. അതിന് നിങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവർ കൃത്യമായിട്ടൊരു മറുപടി പറയില്ല. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങളങ്ങനെയല്ല ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഫേമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ്, ഒരു പ്രോപ്പറായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അവർ വായുകൊണ്ട് പറയണം. ഓക്കെ, ജസ്റ്റേഴ്സിൽ കാണിച്ചാൽ പോരാ, അവർ വായുകൊണ്ട് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തരണം. അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൺ തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവും. സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യും, സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഒന്ന് ജഗിൾ ചെയ്യുന്ന ഒരു സംഭവം, കമ്മിറ്റ്മെൻറ്റ് ഫോബിയ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് ഉള്ള അതാണ് അവരുടെ ഭയം. കമ്മിറ്റ്മെൻറ്റിനോട് അവർക്ക് ഭയമാണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ കാർഡ്. നിങ്ങൾ കൂടുതലായും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതലായും പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവർ നോക്കുമ്പോൾ നിങ്ങൾ പല സമയത്ത് ഓൺലൈൻ കാണുന്നുണ്ടായിരിക്കും. അതായത് ഇവർ ശ്രദ്ധിക്കാത്ത സമയത്ത് നിങ്ങൾ ഓൺലൈനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്നോടല്ല ഇവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ മറ്റാരോടെങ്കിലും ചാറ്റ് ചെയ്യുവാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്, ബിഗസ് ഫിയർ അവർക്കുണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ എന്തെങ്കിലും, ഇത് കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ഏത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. എല്ലാവരും എല്ലാവരോടും ചാറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കുറച്ച് ആൾക്കാർ, കാരണം മിക്സ്ഡ് എനർജീസാണ് ജനറൽ റീഡിങ്ങിൽ വരിക. അവർ കേസ് ബൈ കേസ്, ഇത് കുറേ പേരുടെ അത് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാർഡ് കണക്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് അത് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ പിക്ചേഴ്സ് കാണുമ്പോൾ ഇവർക്ക് ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ട്. കാരണം ഇവർക്ക് തോന്നാറുണ്ട് നിങ്ങൾ അവരെക്കാളും സൗന്ദര്യമുള്ള വ്യക്തിയാണ്, ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇവർ മാത്രമല്ല നിങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ളത്, മറ്റുള്ളവരും നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള ഭയം അവർക്കുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് എന്ന അർത്ഥം. അപ്പോൾ നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, അല്ല, ഓവർ തിങ്കിങ് ആണ് ഇവർക്ക്. പല പ്രശ്നങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കാര്യമല്ല, അവർക്ക് ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കരിയറിൽ സെറ്റിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ പല ഇഷ്യൂസ് ഇവർ അറ്റ് എ ടൈം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്ത് വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, അല്ല നിങ്ങളങ്ങ് കളഞ്ഞിട്ട് പോകുമോ, ലൈഫ് ലോങ് കൂടെ നിൽക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ, പിന്നെ ഇനി നിങ്ങളൊരു സെപ്പറേഷൻ കേസിലൊക്കെ ആണ്. ഓക്കെ, അവിടെ അതൊരു ക്ലോഷറായി കഴിഞ്ഞാൽ അവർ സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുമോ ഇല്ലയോ എന്നുള്ളൊരു ജഗ്ലിങ്. ഇത് കഴിയുമ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു ക്ലോഷർ വരുന്നു. ഫോർ എക്സാമ്പിൾ സെപ്പറേഷൻ കേസാണ്. ആ സെപ്പറേഷൻ കേസിനൊരു വിധി വന്നു കഴിഞ്ഞു, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് തന്നെ വിചാരിക്കൂ. അതിന് ശേഷം എന്ത് എന്നുള്ള ഭയം അത് അലട്ടുന്നുണ്ട് അവരെ കേട്ടോ. സെപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് കമ്മിറ്റഡ് ആകാൻ തയ്യാറാകുമോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, അതെന്ത് സംഭവം തന്നെ ആവട്ടെ, ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് വിചാരിക്കൂ. നിങ്ങൾക്കത് അവിടെ ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളായി കഴിയുമ്പോൾ ഇവരെ മറന്നു പോകുമോ? അങ്ങനെ കേസ് ബൈ കേസ് ആ സിറ്റുവേഷൻ എന്താണോ, ആ സിറ്റുവേഷൻ ഒരു ക്ലോഷർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറുമോ എന്നൊരു ഭയം, അതും പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കേസ് ബൈ കേസ് എടുത്തോളാം, ഞാൻ വീണ്ടും പറയുകയാണ്. എല്ലാ കാർഡും എല്ലാവർക്കും ഉള്ളതല്ല.
ടെമ്പറൻസ് വെച്ച് നിങ്ങൾ ഓവറായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നു എന്നൊരു ഭയം അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അവസാനം ലൗകിക ജീവിതമൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അതിലേക്ക് കൂടുതലായും അങ്ങ് മുഴുകി പോകുമോ എന്നൊരു ചിന്ത അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. അവർക്ക് അത്രയൊന്നും, അവർ സ്പിരിച്വൽ ആണ്, പക്ഷേ ഒരു പരിധിയിൽ കൂടുതലല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായും സ്പിരിച്വൽ റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ബുക്സ് വായിക്കുന്നതെല്ലാം ആ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്കത് ഓവറാവുന്നു എന്നൊരു ചിന്ത ഉണ്ട്. ഓക്കെ, അമ്പലം, പള്ളി അതിലൊക്കെ ഓവറായിട്ട് വിസിറ്റ് ചെയ്യുക, പ്രാർത്ഥന ഗ്രൂപ്പ്സിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുക, അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അവർ വിചാരിക്കുന്ന എല്ലാം വേണം, ഒരു ലിമിറ്റിൽ വേണം എന്നുള്ളതാണ്. നിങ്ങൾ കൂടെ ഈ പ്രാർത്ഥനയും അതൊക്കെ കൂടി നിങ്ങൾ അതിലേക്ക് അങ്ങായി പോകുമോ എന്നൊരു ഭയം, ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാതായി പോകുമോ എന്നൊരു ഭയം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. ഏറ്റവും ലാസ്റ്റിൽ 5 ഓഫ് പെൻറ്റക്കിൾസ്, അതാണ് ഇവരുടെ ഏറ്റവും വലിയ, അവർ സാമ്പത്തികമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവർ ആരെങ്കിലും ഒരാളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് തീരും, എപ്പോൾ തീരും, ഇതൊക്കെ തീർന്ന് നമുക്ക് ഒന്നിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം. ഓക്കെ, രണ്ട് സൈഡിൽ, ഏത് സൈഡിലായാലും ആ ഫൈനാൻഷ്യൽ ജേർണിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിലായതിന് ശേഷം എപ്പോഴാണ് നമുക്കൊന്ന് ഒന്നിക്കാൻ പറ്റുക എന്നുള്ളൊരു ആ ഒരു ഭയം ഉണ്ടല്ലോ, നടക്കുമോ എന്നൊരു ഭയം, ചിന്ത അവരെ എപ്പോഴും അലട്ടുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറേയെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയത് കമ്മിറ്റ്മെൻറ്റ് ഫോബിയ എന്ന് പറഞ്ഞ ആ സംഭവമാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, വീൽ, ഡെവിൾ, 10 ഓഫ് കപ്സ്, ഓക്കെ. 8 ഓഫ് പെൻറ്റക്കിൾസ്, അവർ ചിന്തിക്കുന്നത് നിങ്ങൾ കരിയറിലേക്ക് ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നാണ്. അവർ കാണാൻ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയണ്ടാവും ആ മീറ്റിംഗ് ഉണ്ട്, ഈ മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒഴിവായി നിൽക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും ഇന്ന് തിരക്കാണ് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട്. ഇത് വൈസ് വേഴ്സയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്ന. കൂടുതലായും എനിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആവുന്നു എന്നൊരു ചിന്ത, അത് ഓവറായിട്ട്. അപ്പോൾ ഇവർക്ക് സമയം കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആയി പോകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ലോങ് ടേം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. സ്കൂൾ, കോളേജ് കാലം മുതലൊക്കെ ഉള്ള പരിചയമായിരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറയാൻ പേടിയാണ്. കാരണം ആ ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അതങ്ങ് വിട്ടുപോയാലോ എന്നുള്ളൊരു ഭയം. അത്രയും പഴയ ഫ്രണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു സ്നേഹം, അല്ലെങ്കിൽ അന്ന് തോന്നിയൊരു സ്നേഹം ഇപ്പോഴായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യാൻ ആലോചിക്കുന്നത്. അത് തെറ്റായി പോകുമോ, നിങ്ങളുടെ ഉള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവർക്കുള്ളതായിട്ടും കാണുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ കുറച്ച് എന്താ പറയുക, സ്വന്തം കാര്യത്തിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സ്വന്തം ഗ്രൂമിങ്, സ്വന്തം കാര്യങ്ങൾ, അതിലേക്ക് മാത്രം ഒരു വൺ വേർഡിൽ പറഞ്ഞാൽ കുറച്ച് സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ പോയിൻ്റ് മാത്രം മുന്നോട്ട് വയ്ക്കുന്നു എന്നൊരു സിറ്റുവേഷൻ അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഭാവിയിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമാകുമോ, ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമാകുമോ എന്ന് അവർ ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പോഴത്തെ സമയം മാറി വരണം. ഈ സമയം മാറി വരില്ലേ, ഞാൻ പല സിറ്റുവേഷൻസിൽ പെട്ട് കിടക്കുന്നവരായിരിക്കും പലരും. രണ്ടുപേരും തന്നെ പല സിറ്റുവേഷൻ, തടസ്സങ്ങൾ, അങ്ങനെയെല്ലാം, വീട്ടുകാരുടെ സമ്മതമില്ലായ്മ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, കരിയർ സെറ്റ് ആവാതിരിക്കുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെ പല സിറ്റുവേഷൻസിൽ അവരവർ പെട്ട് കിടക്കുകയാണ്. ആ സിറ്റുവേഷൻ മാറി വരില്ലേ, ഇതിനൊരു നല്ല കാലം വരില്ലേ, അല്ലെങ്കിൽ ഒരു ക്ലോഷർ നമുക്ക് കിട്ടാതെ പോകുമോ എന്നൊരു ഭയവും അവരെ അലട്ടുന്നുണ്ട്. ഓക്കെ, ഡെവിൾ വെച്ച് ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത്ര സന്തോഷമായിട്ട് തോന്നില്ല. കാരണം
നിങ്ങൾ ഒബ്സസ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അവരെക്കുറിച്ച് എന്നവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ സ്നേഹക്കൂടുതൽ കാരണം നിൽക്കാനും തിരിയാനും ശ്വസിക്കാനും സ്പേസ് കൊടുക്കാത്തൊരവസ്ഥ. ഓക്കെ, ഓവർവെൽമിംഗ് ആയിട്ട് 5 മിനിറ്റിലൊരിക്കൽ കോൾ ചെയ്യുക, എന്താണ്, എവിടെയാണ്, എന്ത് ചെയ്യുന്നു, കഴിച്ചോ, കുളിച്ചോ, കിടന്നോ, ഉറങ്ങിയോ എന്ന് ചോദിച്ചിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഒന്നും തിരിയാനും നിൽക്കാനും എന്താ പറയുക, സ്വസ്ഥത കൊടുക്കാത്ത അത്രയും ഇതായിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്നു എന്നൊരവസ്ഥ. സ്നേഹമാവാം, പക്ഷേ ഒബ്സഷൻ ആവരുത് എന്നൊരു ചിന്തയാണ് അവർക്ക് കേട്ടോ. അപ്പം അതാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ്, ഒരു ബ്രീത്തിങ് സ്പേസ് അവർക്ക് വേണം എന്നവർ ചിന്തിക്കുന്നു കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതലായും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന ഒരു തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ പാരൻസ് ആയാലും സ്പൗസ് ആയാലും. ഓക്കെ, പാരൻസ് ആണെങ്കിൽ പാരൻസിൻ്റെ വാക്ക് കേട്ട് നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം. അല്ല, നിങ്ങളുടെ സ്പൗസാണ് അവിടെയെങ്കിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നു എന്ന ഭയം. ഓക്കെ, അതും ഒരു ഭയങ്കര, എസ്പെഷ്യലി കുഞ്ഞുങ്ങളുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവിടെ തീർച്ചയായും ഇമ്പോർട്ടൻസ് വരുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫാമിലിയിൽ ഹാപ്പി അല്ലെങ്കിൽ പോലും അതിൽ തുടർന്ന് പോകുമോ, ആ ഫാമിലിയിൽ തന്നെ തുടർന്ന് പോകുമോ എന്നുള്ളൊരു ഭയവും നിങ്ങളുടെ പേഴ്സണെ അലട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇത്രയും പോരെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫിയേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, എത്ര പേർക്ക് റെസനേറ്റ് ആയെന്ന് പറയൂ കേട്ടോ. കുറേയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയാനുള്ളതും ഉണ്ടാവും ഇതിൽ, അതും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. വേറെന്താണ്, കമൻറ്റും ചെയ്യുക കേട്ടോ. എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. സ്പെസിഫിക്കലി ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട്, നല്ലതായാലും ചീത്തയായാലും വായിക്കാറുണ്ട് കേട്ടോ. വേറെന്താണ്, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.